പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെന്റ്, ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2024 മുതൽ തുടർച്ചയായി അങ്ങോട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സിലബസ് അനുസരിച്ചാണ് പഠിക്കേണ്ടത്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും മാറ്റണ്ടായിരിക്കും. എന്നാൽ 2024 മുമ്പ് അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാൻ കഴിയാത്തവര്, പരീക്ഷ എഴുതുന്നവര്, അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യണം? ഓൾഡ് സിലബസ് തന്നെ പഴയ പോലെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ന്യൂ സിലബസിൽ 23 ചാപ്റ്ററാണ് മൊത്തം ഉള്ളത്. അതിൽ 9 ചാപ്റ്റർ അസൈൻമെന്റ് ചാപ്റ്റർ ആണ്, ബാക്കി 14 ചാപ്റ്ററാണ് എക്സാമിനേഷൻ ചാപ്റ്റർ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ 14 ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ 2 ചാപ്റ്റർ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ മുതലാണ് നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ് എൻവയോൺമെന്റ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ചാനലിൽ കാണാൻ കഴിയും. അതിന്റെ തുടർച്ചയായുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഗൈഡ് നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കാണാൻ കഴിയില്ല. പുതിയ സിലബസ് പ്രകാരം അപ്ഡേഷൻ വന്നതാണ്. ഗൈഡ് നമുക്ക് പഴയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കാം, ബാക്കിയുള്ള ഗൈഡിൽ നോക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നത് എക്സ്പ്ലെയിൻ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രധാനപ്പെട്ട വികസനം ഏതൊക്കെ? അതിന്റെ ആൻസർ ആണ് LPG ആണ് അവിടെ വരുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണമാണ്. ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഒന്നുകൂടി ലളിതമായിട്ട്, അനാവശ്യമായ നിയന്ത്രണത്തിൽ നിന്നും കർശനപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്? ഒന്ന് അയവ് വരുത്തുന്ന ഒരു പ്രോസസ്സാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാരവൽക്കരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത ഗവൺമെന്റ് നിയന്ത്രണങ്ങളും നടപടികളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരിക്കുക. ഗവൺമെന്റ് പരമായ കാര്യങ്ങൾ, സ്ഥാപനങ്ങളും പദ്ധതികളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ദ ഡോർ എക്കണോമീസ് ആണ്, ആഗോള വ്യാപിക്കലാണ്. ഒരു സമ്പദ് വ്യവസ്ഥ മറ്റ് സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ ദ ഡോർ ഓഫ് എക്കണോമിയാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകും, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട്. അതിന് പുറമെ തൊഴിലുകൾ ഒഴുകുന്നുണ്ട്, സാധനങ്ങൾ, സേവനങ്ങൾ ഒഴുകുന്നുണ്ട്, സമ്പർക്കങ്ങൾ പുലരുന്നുണ്ട്. ഇതൊക്കെ ഏതിന്റെ മെച്ചങ്ങളാണ്? ഗ്ലോബലൈസേഷന്റെ മെച്ചങ്ങളാണ്. അപ്പൊ ഇതിൽ 3 LPG ആണ് ഇതിൽ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, പരീക്ഷ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആൻസർ ചെയ്താൽ മലയാളത്തിൽ എഴുതാം. പക്ഷേ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെ അർത്ഥം മനസ്സിലാക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബോർഡിൽ വെച്ച് ചെയ്യുന്നത്. ഇതിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിന്റെ ഉണ്ട്, 5 മാർക്കിന്റെ ഉണ്ട്. പിന്നെ 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ വീഡിയോയിലാണ് അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് GST ആണ്. ഇതിപ്പോ പുതിയ സിലബസ് പ്രകാരം എന്താണ് GST? എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ബെനിഫിറ്റ് പ്രൊവൈഡ് ബിസിനസ് ആൻഡ് എക്കണോമി. GST എന്തെല്ലാം ഗുണങ്ങൾ ബിസിനസ്സിനും അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. GSTയുടെ ഫുൾ ഫോം ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇത് നടപ്പിലാക്കിയത് ജൂലൈ 2017 ജൂലൈ 2017. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സസ് ആണ്. ലെവിഡ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഈ ടാക്സ് GST ടാക്സ് കളക്ട് ചെയ്യുന്നത് സാധനങ്ങൾ, സേവനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോഴാണ് ഗവൺമെന്റ് അത് ഈടാക്കുന്നത്. ഇനി എന്തെല്ലാം ഗുണങ്ങളാണ് GST പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം ബിസിനസ്സിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കുക? ഒന്ന് പറയുന്നത് എലിമിനേറ്റ് ടാക്സ് ഓൺ ടാക്സ്. ടാക്സിന്റെ മേലുള്ള ടാക്സുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. സ്പീഡ് അപ്പ് ടാക്സേഷൻ പ്രൊസീജിയർ ഒക്കെ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നുണ്ട്. ബ്രോഡ് ഡൗൺ ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധന സേവനങ്ങളുടെ ഉൽപാദന ചെലവുകളൊക്കെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജി ഡ്രൈവൻ വിത്ത് സിമ്പിൾ ആൻഡ് ഓൺലൈൻ പ്രൊസീജിയർ. ടെക്നോളജി ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓൺലൈൻ പ്രൊസീജിയർ ഒക്കെ സിമ്പിളായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ റെഡ്യൂസ് കോമ്പറ്റീഷൻ, അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടർ ഇതൊക്കെ ക്യാൻ ബി റെഗുലേറ്റഡ്. ഇതൊക്കെയാണ് GSTയുടെ ഗുണങ്ങൾ.
ഇനി മൂന്നാമത്തെ ചോദ്യം, ഡിഫൈൻ മേക്ക് ഇൻ. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ? സ്റ്റേറ്റ് ഇറ്റ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ്. ഇത് ഗൈഡിൽ കാണുന്ന ടെക്സ്റ്റ്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കണം. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അനദർ ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അത് ലോഞ്ച് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 2014 സെപ്റ്റംബറിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേക്ക് ഇന്ത്യ എന്നൊരു ആശയം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപങ്ങളൊക്കെ വളർത്തുക, എൻകറേജ് ഇന്നോവേഷൻ, പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക, ബൂസ്റ്റ് അപ്പ് സ്കിൽ ഡെവലപ്മെന്റുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് ഇതിന്റെ ചെറിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി വേറെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്. ഒന്നാമത് എക്സ്പാൻഷൻ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് തൊഴിലവസരങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുക. അപ്ഗ്രേഡേഷൻ ഓഫ് ടെക്നോളജി ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുക. അതേപോലെ എലിമിനേഷൻ അൺനെസസറി ലോസ് ആൻഡ് റെഗുലേഷൻ, ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ ഒഴിവാക്കുക. ഇംപ്രൂവ് ഇന്ത്യ റാങ്കിങ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്, ഗ്ലോബൽ ലെവലിൽ ഇന്ത്യക്ക് ഉയർന്ന റാങ്കിൽ എത്തിക്കുക. മേക്ക് ഇറ്റ് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ വളരെ ഈസി ആക്കുക. മേക്ക് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആക്കുക, റെസ്പോൺസിബിലിറ്റി ആക്കുക, അക്കൗണ്ടബിൾ ആക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള സാമ്പത്തിക വളർച്ച ഉയർത്തുക. ഇതൊക്കെയാണ് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2014 നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത, വാട്ട് ഈസ് ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റേറ്റ് ഇറ്റ് കോമ്പണൻസ് ആൻഡ് ബെനിഫിറ്റ്. എന്താണ് ഡിജിറ്റൽ ഇന്ത്യ, അതിന്റെ കോമ്പണൻസും അതേപോലെ തന്നെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്. അനദർ ന്യൂ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ജൂലൈ 2015. 2015 ഗവൺമെന്റ് രൂപീകരിച്ച അനദർ ക്യാമ്പയിനാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എയിം ഇൻ കണക്റ്റീവ് റൂറൽ ഏരിയ, ഗ്രാമപ്രദേശവുമായി കണക്ട് ചെയ്യുക, വിത്ത് ഹൈ സ്പീഡ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ഇംപ്രൂവ് ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ ലെവലിൽ, കമ്പ്യൂട്ടർ ലെവലിലുള്ള, ഇന്റർനെറ്റ് ലെവലിലുള്ള സാക്ഷരതകൾ എന്ത് ചെയ്യുക, ഉയർത്തുക എന്നുള്ളതാണ്. അതിന്റെ 3 കോമ്പണൻസ്, 3 ഘടകങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ക്രിയേറ്റ് ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ് വരുത്തുക. ഡെലിവറിങ് ഗവൺമെന്റ് സർവീസസ് ഒക്കെ എന്ത് ചെയ്യുക, ഡിജിറ്റൽ ആക്കുക. അതായത് ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ കോമ്പണൻസ്. ഇനി ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻസ് ഓഫ് ന്യൂ സർവീസിലേക്ക്, പുതിയ പുതിയ സേവനങ്ങളൊക്കെ ഡിജിറ്റൽ ഇന്ത്യ വഴി കൊണ്ടുവരാം. എഡ്യൂക്കേഷൻ, ഇലക്ട്രോണിക് ആയിട്ടുള്ള എഡ്യൂക്കേഷന്, ഹെൽത്ത്, ഇലക്ട്രോണിക് ആയിട്ടുള്ള സൈന്, ഡിജി ലോക്കർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ആധാർ കാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക, സർട്ടിഫിക്കറ്റുകൾ, SSLC +2 ഒക്കെ സർട്ടിഫിക്കറ്റ് എടുക്കാനൊക്കെ ഡിജി ലോക്കർ വഴി നമുക്ക് കഴിയും. അതേപോലെ തന്നെ പീപ്പിൾ എംപവർമെന്റ്, ആളുകളെ ശാക്തീകരണം കൊണ്ടുവരിക. ഈസി ആക്സസ് ഓഫ് ഇൻഫർമേഷൻ, അല്ലെ, പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് വിവരങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ലെസ് ഡോക്യുമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ, IT മേഖലകളിലൊക്കെ എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബൂസ്റ്റ് ടു ഇൻഡസ്ട്രി, വ്യവസായ മേഖലക്കൊക്കെ വളർച്ച വരാനൊക്കെ ഈ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് കഴിയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് 5ാമത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബിസിനസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഒരു ബിസിനസ് ഉണ്ടാവുമ്പോൾ ആ ബിസിനസിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം സംഭവിക്കും, അതിൽ വരുന്നതാണ് പൊല്യൂഷൻ എന്ന് പറയുന്ന മലിനീകരണങ്ങൾ. ഈ മലിനീകരണം മൂലം ബിസിനസ്സിന് എന്തെല്ലാം സംഭവിക്കുന്നു, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള മലിനീകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. മെയിനായിട്ട് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ വരുന്നുണ്ട്, ലാൻഡ് പൊല്യൂഷൻ വരുന്നുണ്ട്, നോയിസ് പൊല്യൂഷൻ വരുന്നുണ്ട്. എയർ പൊല്യൂഷൻ എന്നാണ് വായുമലിനീകരണം. വലിയ ബിസിനസ് ഫാക്ടറികളിലൊക്കെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ വ്യവസായ മേഖലകളിലൊക്കെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിൽ നിന്ന് പോകുന്ന കെമിക്കൽസ്, വിഷവാതകങ്ങൾ ആളുകൾ ശ്വസിക്കുന്നുണ്ട്. അത് ആ ഫാക്ടറിക്കകത്തുള്ള ആളുകളായിക്കോട്ടെ, പുറമെയുള്ള ആളുകളായിക്കോട്ടെ, കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ ശ്വസിക്കുന്നത് പോലെ മാരകരമായിട്ടുള്ള അസുഖങ്ങൾ, അവരുടെ കിഡ്നി സംബന്ധമായ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള മാരകരമായ അസുഖങ്ങൾ അവർക്ക് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ, അല്ലെ, ഫാക്ടറികളിൽ നിന്നും ബിസിനസ്സിൽ നിന്നൊക്കെ വരുന്ന അഴുക്ക് ജലങ്ങൾ പബ്ലിക്കായി ഒഴുക്കി കളയുമ്പോൾ അത് പുഴകളിലേക്കായിക്കോട്ടെ, നദികളിലേക്കായിക്കോട്ടെ, അത് ആളുകൾ അതിന് ഉപയോഗിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ, കെമിക്കലൊക്കെ ലാൻഡിൽ ഉപയോഗിക്കുക, കെമിക്കലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ബിസിനസ്സിന് ബാധിക്കുന്നുണ്ട്. നോയിസ്, നമ്മൾ ശബ്ദ മലിനീകരണം, വലിയ വലിയ ഫാക്ടറികളിൽ നിന്നൊക്കെ സൗണ്ടുകൾ വരുമ്പോൾ അത് നമ്മുടെ
അടുത്ത് താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പ്രയാസമാണ്. അതേപോലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രയാസങ്ങളാണ്. അതേപോലെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു ബിസിനസ്സും പബ്ലിക്കുമായി കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. എങ്ങനെയാണ് മലിനീകരണങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. ഒന്ന് പറയും റെഡ്യൂസ് സേഫ്റ്റി ഹസാർഡ് ടു എൻഷുർ സേഫ്റ്റി ആയിട്ടുള്ള നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ കൊണ്ടുവരണം അല്ലേ. ആളുകൾക്കുള്ള സേഫ്റ്റി ലൈഫ് അവിടെ കൊടുക്കണം. റെഡ്യൂസ് റിസ്ക് ഓഫ് ലാബിലിറ്റി ഓഫ് പേ കോമ്പൻസേഷൻ ടു പീപ്പിൾ ആണ്. ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കണം. പ്രൊട്ടക്റ്റ് പബ്ലിക് ഹെൽത്ത് അല്ലേ, പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണം. സേവ് കോസ്റ്റ് ഓഫ് ക്ലീനിങ് ലാൻഡൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കോസ്റ്റുകൾ കുറക്കണം. റെഡ്യൂസ് ദി ഹെൽത്ത് ഹസാർഡിലേക്ക് വാട്ടർ അല്ലേ, വാട്ടർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന ഹെൽത്ത് ഹസാർഡ്സ് ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ച് ബിസിനസ് ആണ്. ഗവൺമെന്റ് നയങ്ങൾ മാറുമ്പോൾ ബിസിനസ്സിലും വ്യവസായങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. അതിൽ ഒന്നാമത് പറയുന്നത് റാപ്പിഡ് ചേഞ്ച് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഗ്രഡേഷൻ അവിടെ വരുന്നുണ്ട്. ഗവൺമെന്റ് പോളിസി വരുമ്പോൾ പുതിയ ടെക്നോളജീസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ മേഖലയും വളരുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് മോർ ഡിമാൻഡ് കൺസ്യൂമറിന് പുതിയ ഐറ്റം സാധനങ്ങളോടുള്ള ഡിമാൻഡ്, ഉൽപാദന സാധനങ്ങളോടുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. ഇൻക്രീസ് കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നത് നോട്ട് ഓൺലി ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമല്ല ബട്ട് ഇത് MNC മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നെസസറി ഫോർ ചേഞ്ചസ് ഗവൺമെന്റ് പോളിസി മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതേപോലെ തന്നെ നെസസറി ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, കൂടുതൽ സ്കില്ലും പരിശീലനവും ട്രെയിനിങ്ങും കൊടുത്തിട്ട് പുതിയ രീതിയിലുള്ള തൊഴിലാളികളെ അവിടെ വാർത്തെടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഗവൺമെന്റ് പോളിസി മൂലം വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചു. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയെന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. എൻ്റെ +2 SSLC വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഗൈഡുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകളെല്ലാം നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.